ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാക്രമേ നോട്ട്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണിത്. രാവിലെ 10:00-ക്കാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, വൈകുന്നേരം 4 മണി വരെ. സോ അതിൽ നിന്നൊരു 2.5 മണിക്കൂർ മുന്നോട്ട് കണക്കൂട്ടി അവിടെ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി ഈ ഒരു ഹോട്ടലിലാണ് കയറി കഴിച്ചത്. സോ അങ്ങനെ ഫുഡും കഴിച്ച് ഞാൻ വീണ്ടും ട്രിവാൻഡ്രത്തേക്കുള്ള യാത്ര തുടർന്നു. സ്മാർട്ട് ബസാറിൻ്റെ ഓപ്പോസിറ്റുള്ള പ്രീമിയർ ഓഫീസ് എക്യുപ്മെൻറ്റ്സിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് നടന്നത്. എല്ലാവരും വന്നൊന്ന് സെറ്റിലായി. പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സോ ഫസ്റ്റ് തന്നെ ത്രെഡ് സെലക്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ തിക്നെസ് സെലക്ട് ചെയ്യുമ്പം മെറ്റീരിയൽസ് മേടിക്കുന്നുണ്ടേ അങ്ങനത്തെ കാര്യങ്ങളിലെ ബേസിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടാണ് ബാക്കി നോട്ടിങ്ങിലേക്ക് കയറിയത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ട ലാക്സ് ഹെഡ് പറഞ്ഞു. ആ ലാക്സ് ഹെഡ് തന്നപ്പം ഭയങ്കര കോൺഫിഡൻസ് എനിക്ക് അങ്ങ് കൂടി. ഇത്രയേ ഉള്ളോ എന്നുള്ളൊരു ധൈര്യത്തിലോട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴല്ലേ എളുപ്പമല്ല കേട്ടാ ഇജാതി ഓരോ സാധനങ്ങൾ ഒപ്പിച്ചെടുക്കുന്നത് എന്ന് പറയുന്ന പോലെ ആയിപ്പോയി എൻ്റെ അവസ്ഥ. ഞാൻ ഇൻട്രഡക്ഷൻ വിട്ടുപോയി. ടീച്ചറിൻ്റെ പേര് ഷഹാല. ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൾ വളരെ പേഷ്യൻ്റായിട്ട് വന്ന് ഓരോ നോട്ടും ഓരോ ത്രെഡും എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു തന്ന് ചെയ്യുന്ന എല്ലാവരുടെയും അടുത്ത് പോയി നോക്കി ആരും തെറ്റിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി, തെറ്റുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എന്താണ് തെറ്റ് പറ്റിയതെന്ന് ഉൾപ്പെടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് വളരെ പേഷ്യൻ്റായിട്ട് തന്നെയാണ് ഈ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തന്നത്. എനിക്ക് ഫസ്റ്റ് വന്ന ഓവർ കോൺഫിഡൻസ് ഇല്ലേ, അത് സകലതും തകർത്ത് കളഞ്ഞ നോട്ടാണിത്. സ്ക്വയറും ഹെലിക്കലും ചെറുതായിട്ടൊന്ന് ആടി വലഞ്ഞെങ്കിലും ഞാൻ പിടിച്ചു തന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു സാധനം വന്ന് നമ്മൾ ഡബിൾ വിച്ച് നോട്ട് വെച്ചിട്ടൊരു ഡയമണ്ട് പാറ്റേൺ ഉണ്ടാക്കാൻ. എൻ്റെ പൊന്നോ, കണ്ടപ്പം അത്രയല്ലേ ഉള്ളൂ, അതിപ്പോൾ എന്തോ വലിയ കാര്യം എന്ന് വീണ്ടും എനിക്ക് തോന്നി. അത് കഴിഞ്ഞപ്പോൾ അതേ കിടക്കുന്നു. ഒന്ന് കെട്ടും, അത് കഴിഞ്ഞ് പോവും, കഴിഞ്ഞ് പോകുന്നു, തെറ്റിപ്പോവും, വീണ്ടും അടിക്കും, വീണ്ടും കെട്ടും. ഇച്ചിരി സമയം എടുത്ത് കേട്ടോ അതൊന്ന് പഠിക്കാൻ. നന്നായിട്ട് ഞാൻ ആ ഡയമണ്ട് പാറ്റേൺ ഉണ്ടാക്കി ആദ്യം കെട്ടിയപ്പം ആ കോണയം തരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയായി. പിന്നെ ഒന്ന് ഷേപ്പായി വരാൻ തുടങ്ങി. ഈ ഡബിൾ വിച്ചറ്റ് നോട്ടിനെ മെരുക്കാൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ആ ടൈമിൽ എൻ്റെ മുഖത്ത് വളരെ സീരിയസ് ആയിട്ടൊരു എക്സ്പ്രഷൻ വന്നു. ആ സീരിയസ് ആയിട്ടൊരു എക്സ്പ്രഷൻ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്നെന്ന് വിളിച്ചു. 6 തരം നോട്ടുകൾ, ഇതെങ്ങനെയൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ യൂസ് ചെയ്ത് എങ്ങനെ പല പല പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് കവർ ചെയ്ത് ഇതിൻ്റെ എൻഡ് നോട്ടുകളും ഒക്കെ ഒന്ന് പഠിപ്പിച്ച് തന്ന് അവസാനം ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനൊരു ശ്രീകൃഷ്ണനൊക്കെ ആയി തിരിച്ച് വീട്ടിലേക്ക് എനിക്ക് പോരും. പുതിയൊരു സ്കില്ല് പഠിച്ചതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാനിത് പറയുന്നത്. ഐ എൻജോയ്ഡ് ദ ഡേ വെരി മച്ച്. ഞാൻ ഒറ്റയ്ക്കായി പോകുന്നുള്ളൊരു കണക്കൂട്ടലിലൊക്കെ അങ്ങോട്ട് പോയത്, പക്ഷേ എങ്കിലും ഇറ്റ് വാസ് നൈസ്. അങ്ങനെ മാക്രമേ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് പഠിച്ചു. ഒരു 6 നോട്ടും കുറച്ച് വോൾ ഡെക്കറേഷൻ എങ്ങനെ ചെയ്യണമെന്നും ട്രാൻസ്പോർട്ടേഷനിൽ പറ്റിയ കുറച്ച് വളവുകൾ വെച്ചാൽ അത്യാവശ്യം നല്ല രസമുള്ളൊരു സാധനം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പം ഇതുപയോഗിച്ച് ഭാവിയിൽ കൂടുതൽ കലാപരിപാടികൾ സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും, ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ. എനിവേ, നല്ല ക്ലാസ്സാണ്, വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡു ചെക്ക് ദ പേജ് ഔട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക. മാക്രമേത്തായിട്ട് ഞാൻ ഈ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പഠിത്തം അല്ലാതെ ഒരു വർക്ക്ഷോപ്പിൽ പോയി നേരിട്ട് പഠിക്കുന്നതന്നെ ഉണ്ടാകുന്നൊരു നമുക്കൊരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാനുണ്ടായിരുന്നു. സോ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു.
താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.